ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം ലളിതാ പരമേശ്വരേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിൽ അടുത്ത നാമത്തിലേക്ക് പോവുകയാണ്. അടുത്ത നാമം കരാങ്കുലീ നഖോൽപ്പന്ന നാരായണ ദശാകൃതി. കരാങ്കുലി ദേവിയുടെ വിരലുകൾ, ദേവിയുടെ 10 വിരലുകളിൽ നിന്നുത്ഭവിച്ചതാണ് നാരായണൻ്റെ 10 അവതാരങ്ങൾ എന്നാണ് പറയുന്നത്. മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക. അവിടെ സുരസൈനിക എന്ന് ഉച്ചരിക്കരുത്, അസുരസൈനിക എന്നാണ്. മഹാപാശുപതാസ്ത്രത്തിൽ നിന്നുണ്ടായ അഗ്നിയിൽ അസുരസൈന്യങ്ങളെ നശിപ്പിച്ച ദേവി എന്നാണ് പറയുന്നത്. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക. ഭണ്ഡാസുരൻ്റെ നഗരമാണ് ശൂന്യക. കാമേശ്വരൻ്റെ അസ്ത്രത്താൽ ഭണ്ഡാസുരനോടൊപ്പം ഭണ്ഡാസുരൻ നിർമ്മിച്ച ശൂന്യക എന്ന നഗരം കൂടി ദേവി നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ. ബ്രഹ്മാവ്, ഉപേന്ദ്രൻ എന്ന് പറയുന്നത് ഇവിടെ വിഷ്ണു, മഹേന്ദ്രൻ എന്ന് പറയുന്നത് ശിവൻ, ത്രിമൂർത്തികളാൽ സ്തുതിക്കത്തക്ക വൈഭവത്തോടു കൂടിയാണ് ദേവി ഇരിക്കുന്നത്. എല്ലാവർക്കും മീതെയാണ് ദേവി എന്നാണ് പറയുന്നത്. ഹരനേത്രാഗ്നി സംദഗ്ധ കാമസഞ്ജീവൻ ഔഷധി. പരമശിവൻ്റെ നേത്രത്തിൽ നിന്നുണ്ടായ അഗ്നിയിൽ ചാമ്പലായി തീർന്നതാണ് കാമദേവൻ. അങ്ങനെ അതുകൊണ്ട് ചിത്രകാമൻ ഒരു ചിത്രം വരച്ചു. അതിലേക്ക് പരമശിവൻ നോക്കിയപ്പോൾ അതിന് ജീവൻ വെച്ചു. അങ്ങനെയാണ് ഭണ്ഡാസുരൻ ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഭണ്ഡാസുരൻ തപസ് ചെയ്ത് ശിവൻ്റെ അനുഗ്രഹം വാങ്ങിയതാണ്. ആ ഭണ്ഡാസുരനെ ദേവി വധിച്ച ശേഷം കാമദേവന് പുനർജന്മം നൽകിയതിന് ശേഷമാണ് ദേവി പരമശിവനോടൊപ്പം വസിച്ചത് എന്നാണ് പറയുന്നത്. അതാണ് സഞ്ജീവന ഔഷധി എന്ന് പറയുന്നത്. ശ്രീമദ് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ. ദേവിയുടെ ശരീരം പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ ആദ്യത്തെ 5 അക്ഷരങ്ങളായ വാഗ്ഭവകൂടമാകുന്ന മുഖമാണ്. ദേവിയുടെ ശരീരം 3 കൂടങ്ങളാക്കിയിട്ടാണ് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് വാഗ്ഭവകൂടം, ഒന്ന് മധ്യകൂടം, ഒന്ന് ശക്തികൂടം. ഇങ്ങനെയാണ് പറയുന്നത്. കണ്ഠാദക്കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി. ദേവിയുടെ സൂക്ഷ്മ ശരീരമായ മധ്യഭാഗം 6 മുതൽ 12 വരെയുള്ള പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ, അതായത് ദേവിയുടെ കഴുത്ത് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗമാണ് മധ്യകൂടം എന്ന് പറയുന്നത്. ശക്തികൂടൈകതാപന്ന കഠ്യതോ ഭാഗധാരിണി. ശക്തികൂടത്തെ പറ്റിയാണ് പറയുന്നത്. അരക്കെട്ട് മുതൽ പാദം വരെ ഉള്ള പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ അവസാനത്തെ 4 അക്ഷരങ്ങളാണ് ശക്തികൂടം എന്ന് പറയുന്നത്. മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര. ദേവി മൂലമന്ത്രം തന്നെയാണ്. മൂലമന്ത്രത്തിൻ്റെ 3 കൂടങ്ങൾ, ത്രയം എന്ന് പറഞ്ഞാൽ 3, അതാണ് വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. ഇങ്ങനെയുള്ള 3 കൂടങ്ങളാണ് ദേവിയുടെ ശരീരം എന്ന് പറയുന്നത്. കുളാമൃതൈകരസിക കുളസങ്കേതപാലിനി. ഇത് പറയുന്നത് ദേവിയുടെ അനുഷ്ഠാനക്രമങ്ങളെയാണ്. ദേവിയുടെ ഉപാസനകൾ, അനുഷ്ഠാനക്രമങ്ങൾ ഒക്കെയാണ് പറയുന്നത്. കൗളമാർഗം, സമയാചാരമാർഗം,
അതിലെ കൗളമാർഗം ദേവി ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇത് ആഴത്തിലുള്ള അർത്ഥമുള്ള കാര്യങ്ങളാണ്. താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കുലസങ്കേതപാലിനി, ഇതെല്ലാം ദേവിക്കിഷ്ടപ്പെട്ട് പാലിച്ചു പോരുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഓം ലളിതാ പരമേശ്വരേ നമഃ.